എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്റ്റഡി ലിങ്ക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നോടൊപ്പം കാർത്തിക് തന്നെയാണെന്നുള്ളത്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? വൈൽ വി റീഡ് മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സ്ഡ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്റെ സന്തോഷം പുതിയ ഡ്രസ്സിലും പക്ഷെ വാസ് മിക്സ്ഡ്, ഹൗവർ വാസ് മിക്സ്ഡ് എന്ന് പറഞ്ഞ വരുന്ന സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? വൈ ഡസ് ദ ചൈൽഡ് ഹാവ് ദ മിക്സഡ് ഫീലിംഗ് അബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ്? പുതിയ വസ്ത്രത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് കുട്ടിക്ക് മിക്സഡ് ഫീലിംഗ് ഉണ്ടായിരുന്നത്? എന്താണ് അതിന്റെ ആൻസർ? കാർത്തിക് വായിക്കൂ. The child feels both happy and sad about his new clothes. He feels happy to wear a uniform, shoes and tarboosh. At the same time, he feels sad because it's not a feast day, but the day he is sent to school for the first time. കുട്ടി സന്തോഷവാനായിരുന്നു, അതേസമയം സാഡും ആയിരുന്നു. എന്തുകൊണ്ട്? പുതിയ യൂണിഫോമും ഷൂസും ടാർബൂഷ് തൊപ്പിയല്ലേ എല്ലാം കിട്ടിയതുകൊണ്ട് സന്തോഷവാനായിരുന്നു. എന്തുകൊണ്ട്? അല്ല, അതൊരു ഫീസ്റ്റ് ഡേ അല്ല, ഒരു ആഘോഷ ദിവസമല്ല. കുട്ടിക്ക് സ്കൂളിലേക്ക് പോകണം, അതുകൊണ്ട് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ. വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ? നമ്മുടെ അടുത്ത് കുട്ടി എന്ത് ഹെൽപ്പാണ് പ്രതീക്ഷിച്ചിരുന്നത്? യെസ്, the boy expects that his mother will help him from going to school. From going to school, സ്കൂളിൽ നിന്ന് പോകുന്നതിൽ നിന്ന് ഒരു രക്ഷ, സ്കൂളിലേക്ക് വിടാതിരിക്കും എന്നുള്ള ഒരു ഹെൽപ്പാണ് പ്രതീക്ഷിക്കുന്നത്. How does the author describes the sights on the way to school? വഴിയിലെ സ്കൂളിലേക്കുള്ള വഴിയിലുള്ള എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഓഥർ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിശദീകരിച്ചിട്ടുള്ളത്? The author describes the beautiful sights as a street lined with gardens, extensive fields planted with crops like prickly pears, henna trees and a few date palms on both sides of the road. നമ്മുടെ സെന്റൻസ് ടെക്സ്റ്റിലുള്ള അതേ സെന്റൻസുകൾ തന്നെയാണ് ഓഥർ എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ബ്യൂട്ടിഫുൾ സൈറ്റ്സ് എന്തൊക്കെയാണ്? സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻ, ഗാർഡൻ ഉണ്ടായിരുന്നു. എക്സ്റ്റൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് ലൈക്ക് പിക്ലി പിയേഴ്സിന്റെ ഗാർഡൻ, ഹെന്ന ട്രീസ് അല്ലെ മൈലാഞ്ചി ചെടികള്, ഫ്യൂ ഡേറ്റ് പ്ലാവ്സ് കുറച്ച് ഈന്തപ്പഴത്തിന്റെ മരങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് സൈഡും റോഡിന് രണ്ട് സൈഡും ഇത് തന്നെയാണ് പറയുന്നത്. അടുത്തത് ഡിസ്ക്രൈബ് ദ സൈറ്റ്സ് യു സീ ഓൺ യുവർ വേ ടു സ്കൂൾ. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്ന എന്തൊക്കെ കാഴ്ചകളുണ്ട് റോഡിന്റെ, നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് റോഡിൽ കാണുന്ന എന്തൊക്കെ കാഴ്ചകൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടേതായ സെന്റൻസിൽ നിങ്ങൾ എന്താണോ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ളത് എഴുതുക. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇതേപോലെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. I enjoy going to school with my friends. On the way, we can see many cows grazing their calves in the field. There are cranes waiting to feast on the grasshoppers and other insects. ഇവിടെ കുറെ എന്തൊക്കെ പറയുന്നത്, സ്കൂളിലേക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, വഴിയിൽ എന്തൊക്കെ കാണുന്നുണ്ട്, കൗസിനെയും ഫീൽഡിലേക്ക് കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ എന്തൊക്കെ കാഴ്ചകളാണോ കാണുന്നതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് ഇതേപോലെ സെന്റൻസ് എഴുതാം. രണ്ട് സെന്റൻസ് വായിക്കോളൂ. Beside the fields, there is a large swamp area where there are wild ducks, kingfishers and other birds. The area is filled with a lot of beautiful flowers. I like all those sights. ഈ സൈറ്റുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ സ്വാമ്പ് ഏരിയ, ഒരു ചതുപ്പ് നിലമുണ്ട്, അവിടെ വയലിൽ ഡക്കുകളുണ്ട്, അങ്ങനെ ബേർഡ്സിനെ കാണുന്ന കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്, ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡു യു അഗ്രി വിത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്സ്? ഗിവ് റീസൺ. സ്കൂള് ഒരു പണിഷ്മെന്റ് അല്ല, ഒരു ശിക്ഷയല്ല, അതൊരു ഫാക്ടറിയാണ്. യൂസ്ഫുൾ പീപ്പിളിനെ കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ റീസൺ. നിങ്ങൾക്ക് രണ്ട് ആൻസർ എഴുതാം. യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, അതിന്റെ റീസൺ എഴുതാം. ഇല്ലെങ്കിൽ അതിന്റെ റീസൺ. ഇവിടെ ഞാൻ ഇല്ല എന്നുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് തരുന്നത്. കാർത്തിക് ഒന്ന് വായിക്കും. No, I don't agree with these statements because from factories we get products with same qualities. It's not a place with variety. But in schools there are children with variety of talents and they come out as good citizens. എന്തുകൊണ്ട് അഗ്രി ചെയ്യുന്നില്ല? ഫാക്ടറിയിൽ സെയിം ക്വാളിറ്റിയിൽ ഒരേപോലെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? സ്കൂൾ അങ്ങനെയല്ല. അവിടെ വെറൈറ്റിയിലായിട്ടുള്ള പല തരത്തിലുള്ള പല കഴിവുള്ള കുട്ടികളെ നല്ല സിറ്റിസൺസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിനോട് അഗ്രി ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്? ദൂരെ നിന്ന് ആദ്യം ആ സ്കൂൾ കണ്ടപ്പോൾ എങ്ങനെയാണ് കുട്ടിക്ക് സ്കൂൾ ഫീൽ ചെയ്തെന്നുള്ളതാണ്. The school appears to the boy like some huge high walled fortress
stern and grim. നമ്മൾ ചാപ്റ്ററിൽ വന്ന സെയിം സെന്റൻസ് ആണ്. സ്കൂൾ അപ്പിയേഴ്സ് ടു ദ ബോയ് ലൈക്ക് വലിയ ഒരു കോട്ട പോലെ തോന്നി എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ നറേറ്റർ റീച്ചസ് ദ സ്കൂൾ? സ്കൂളിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? When the boy reaches the school, his father gently pushes him towards the boys and girls standing in the courtyard of the school. സ്കൂളിൽ എത്തിയപ്പോൾ ബോയ് എന്ത് ചെയ്തു? ഫാദർ പതുക്കെ ഉള്ളിലേക്ക് തള്ളി വിട്ടു. അവിടെ ബോയ്സും ഗേൾസും നിൽക്കുന്നുണ്ടായിരുന്നു, കോട്ടയാട് സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ദ വുമൺസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമേഴ്സ്? പുതിയ കുട്ടികളിൽ ആ വുമൺ പറഞ്ഞ വേർഡ്സിന് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കിയത്? എന്ത് ഫലമാണ് ഉണ്ടാക്കിയത്? The woman's words bring a sort of contentment in the minds of the children. ഒരു contentment, നമ്മൾ ഒരു സംതൃപ്തി കുട്ടികളിൽ ഉണ്ടാക്കി. How does the narrator's perception of school changes when he begins to interact with other children? കുട്ടിയുടെ സ്കൂളിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് മാറിയത്? അപ്പോ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, ഇടപെടാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് മാറ്റം വന്നത്? When the narrator begins to interact with other children, his perceptions of school changes. He makes friends with boys and girls and he understands that his misgivings have no basis. അവൻ കുട്ടി എന്ത് ചെയ്തു? കുട്ടി ആൺകുട്ടികളോ പെൺകുട്ടികളോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി. അവന്റെ ചിന്താഗതികൾക്ക് തെറ്റായ ചിന്താഗതികൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലായി. I had never imagined school would have this rich varieties. സ്കൂളിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഇത്രയും വെറൈറ്റി ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. What does the speaker mean by rich variety എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? By rich variety, he means the different types of activities in the school, such as games, music, different subjects, the delicious food, the short nap, etc. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഡിഫറെന്റ് ഗെയിംസ്, പാട്ട്, പലതരം സബ്ജക്റ്റുകള്, നല്ല സ്വാദിഷ്ടമായ ഫുഡ്, ഷോർട്ട് ചെറിയ ഉച്ച ഉറക്കം. ഇൻ ദ ബിഗിനിങ് ദ നറേറ്റർ യൂസസ് ഐ ടു റെഫർ ടു ഹിംസെൽഫ്. തുടക്കത്തിൽ ഐ എന്നാണ് പറയുന്നത്. ലേറ്റർ ചേഞ്ചസ് ടു വി. പിന്നെ എന്താവുന്നുണ്ട്? വി എന്ന് പറയുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ? അങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. In the beginning, he feels like a stranger in the school, as he has no friends there. Later, he makes friends with the boys and the girls there and starts considering them as a single group. സ്റ്റാർട്ടിങ്ങിൽ കുട്ടി ഒറ്റയ്ക്കായിരുന്നു, ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല, സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് ആയി എന്ന് പറഞ്ഞു. പിന്നീട് ബോയ്സും ഗേൾസും ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ അവരെല്ലാം ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് ഒറ്റ ടീമായി. അതുകൊണ്ടാണ് അവരെ വി എന്നുള്ള ഇതിൽ പറയുന്നത്. What are the challenges and difficulties the narrator encounters at school? സ്കൂൾ ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ്, ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? As time passes, the school doesn't seem totally sweet and unclouded. The narrator encounters dust-laden winds, unexpected accidents, rivalries, and fighting in the school. The teacher starts scowling, scolding, and even punishing the children. Okay. സമയം കടന്നു പോയപ്പോൾ എന്തായി? Totally sweet doesn't seem totally sweet and unclouded അല്ലേ? പിന്നെ അത്ര മധുരമായിട്ടൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് പൊടി പിടിച്ച കാറ്റുണ്ടായിരുന്നു, പ്രതീക്ഷിക്കാത്ത ആക്സിഡൻസ്, റിവൽസ് മത്സരങ്ങളും ഫൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? ടീച്ചർ വഴക്ക് പറയാനും ദേഷ്യപ്പെടാനും തുടങ്ങി, അതിന് പണിഷ് ചെയ്യാനും തുടങ്ങി. ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? നമ്മൾ കണ്ടു ഒരുപാട് കാലമായി, എങ്ങനെയുണ്ട്? ഹൂ സേസ് ദിസ്? ആരാണ് പറയുന്നത്? ഹൗ ഡസ് ദിസ് എൻകൗണ്ടർ ഹെൽപ്പ് നാരേറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് അറൗണ്ട്? ഈ ഒരു ചുറ്റുപാടുള്ള ചേഞ്ചസിനെ എങ്ങനെയാണ് നാരേറ്റർ മനസ്സിലാക്കി കൊടുക്കുന്നത്? A middle-aged man whom the narrator meets on his way back home from school says this. The encounter helps the narrator understand that it is very long since they last met each other and there are a lot of changes around him. ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആണ് പറയുന്നത് അല്ലേ? തിരിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് വെരി ലോങ് സിൻസ്, അവർ കണ്ട് ഒരുപാട് കാലമായി, ആൻഡ് ദെയർ ആർ ലോട്ട് ഓഫ് ചേഞ്ച്, ചുറ്റുപാടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. What emotions and thoughts run through the narrator's mind as he tries to cross the street? ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ ചിന്തകളും എന്തൊക്കെയാണ് ചിന്തകളാണ് അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ആൻഡ് തോട്ട്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. As he tries to cross the street, the narrator wonders at the changes around him. The streets lined with gardens and fields with crops that ordered the street.
have disappeared. അദ്ദേഹം സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ നറേറ്റർ വണ്ടേഴ്സ് ചേഞ്ച്, ചുറ്റുപാടുള്ള ചേഞ്ചസ് കണ്ട് വണ്ടർ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻ ഉണ്ടായിരുന്ന സ്ട്രീറ്റുകളൊന്നും അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. Instead, there are high buildings, busy street with line of trucks and a fire engine. The narrator exclaims, how could all this have happened in half a day? And he gets confused how to cross the busy road. എന്നാൽ ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ, ബിസി ആയുള്ള സ്ട്രീറ്റ്, ട്രക്സ്, ഫയർ എഞ്ചിൻ ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. നാരേറ്റർ എങ്ങനെയാണ് ഒരു ഹാഫ് ഡേയിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടാകും ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഹി ഗെറ്റ്സ് കൺഫ്യൂസ് ആയതിന് എങ്ങനെ റോഡ് ഇത്ര തിരക്കുടിച്ച റോഡ് എങ്ങനെ ക്രോസ് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദി സ്റ്റോറി അബൌട്ട് ഹാഫ് എ ഡേ ഓർ ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്? ഗീവ് റീസൺസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഈ കഥ ഒരു ഹാഫ് എ ഡേ മാത്രമാണ്, ഒരു ലൈഫിനെ മുഴുവനുമാണോ? നിങ്ങളെ ആൻസർ സപ്പോർട്ട് ചെയ്യുന്ന റീസൺസ് കൊടുക്കുക, കാരണങ്ങൾ കൊടുക്കുക. Yes, the story is about a whole life. The narrator starts the story with a description about his first day at school. But by the time he leaves the school, he wonders at the changes around him. The street lined with gardens and fields bordered it have disappeared. Instead, there are high buildings, busy streets surging with children and trucks, disturbing noises and the siren of a fire engine. He feels that all this have happened in a half a day. ഇത് സ്റ്റോറി എന്താണ്, ഒരു ഹോൾ ലൈഫിനെ കുറിച്ചാണ് അല്ലേ. അദ്ദേഹം ആദ്യം സ്കൂളിലേക്ക് പോയപ്പോൾ കാണുന്ന കാഴ്ചകളൊന്നും പിന്നീട് കാണുന്നത് ഇൻസ്റ്റഡ് there are high buildings ആണ് അല്ലേ, ബിസി സ്ട്രീറ്റ് ആണ്, ഫയർ എഞ്ചിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ the change that happens in the life of the narrator is also very fast. He enters the school as a young boy but leaves the school as an old man. The narrator passes through different phases of life during the course of the story. The boy who comes to help him to cross the road calls him grandpa, and it reveals that he has become an old man. The change that happens in life, അതായത് ചേഞ്ചസ്, ലൈഫിലുള്ള ചേഞ്ച് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. സ്കൂളിൽ ചെറിയ കുട്ടിയായിട്ട് വന്നു, പക്ഷെ ഒരു വലിയ മനുഷ്യരായിട്ടാണ് അല്ലെ, ഓൾഡ് ആയിട്ടാ. അപ്പൊ അതാണ് അതിന്റെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടമാണ് അത് കാണിക്കുന്നത്. നാരേറ്റർ പാസസ് ത്രൂ ഡിഫറെന്റ് ഫേസ് ഓഫ് ലൈഫ് അല്ലെ, ജീവിതത്തിൽ പല കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി അവസാനം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഗ്രാൻഡ് പാ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം പ്രായമായ ഒരുപാട് കാലം കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ പാഠം കഴിഞ്ഞതിന് ശേഷം ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ഭാഗത്ത് റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഗോ ഇൻ ബൈ യുവർ സെൽഫ്. വൈ ഡസ് എ ഫാദർ സേ സോ? ഗോ ഇൻ ബൈ, ഇത് ഒറ്റയ്ക്ക് തന്നെ ഉള്ളിലേക്ക് പോ എന്ന് പറയുന്നതിലൂടെ അച്ഛൻ എന്താണ് അർത്ഥമാക്കുന്നത്? എന്തായിരിക്കും? The father wants the child to be bold, confident and independent to face the world. എന്താണ്? ബോൾഡ് ആയിരിക്കണം അല്ലെ, കോൺഫിഡന്റ് ആയിരിക്കണം, നല്ല ആത്മവിശ്വാസത്തിലും നല്ല ധൈര്യത്തിലും ഒക്കെ ഉള്ള ഇൻഡിപെൻഡന്റ്, സ്വയം പര്യാപ്തമായ ഒരു കുട്ടിയായിട്ട് ലോകത്തേക്ക് ആവണം എന്നാണ് പറയുന്നത്. How does the narrator's father encourage him as they reach the school? How does the narrator's father encourage? എങ്ങനെയാണ് അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുന്നത് സ്കൂളിൽ എത്താൻ? എന്തൊക്കെയാണ് എന്താ ഫാദർ എന്തൊക്കെയാണ് പറയുന്നത്? The father motivates the child by pushing him away from him, saying, "Go in by yourself, join them, put a smile on your face and be a good example for others." He also tells him that it is an apt time for him to begin his life. അതാണ് പറയുന്നത്. എന്താണ് മോട്ടിവേറ്റ് ചെയ്ത്? ഗോ ഇൻ ബൈ യുവർ സെൽഫ് എന്നാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. മുഖത്ത് നല്ല ചിരി കൊടുത്ത് മറ്റൊരു നല്ല എക്സാമ്പിൾ ആവും, നല്ല ഉദാഹരണമാകുന്നുണ്ട്. ആൾസോ ടെൽസ് ഹിം ദാറ്റ് ഇറ്റ് ഇസ് എ ആപ്റ്റ് ടൈം ടു ഫോർ ഹിം ടു ബിഗിൻ ഹിസ് ലൈഫ്. ജീവിതം തുടങ്ങാൻ പറ്റിയ നല്ല സമയമാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് എൻകറേജ് ചെയ്യുന്നത്. What is the initial reaction of the other children at school to the boy? മറ്റു കുട്ടികളുടെ റിയാക്ഷൻ എന്തായിരുന്നു ഈ കുട്ടിയോട്? എന്തായിരുന്നു? The children at school look curiously at him as he is a total stranger. അദ്ദേഹം വളരെ എന്താണ്, കുട്ടി വളരെ സ്ട്രേഞ്ച് അപരിചിതനാണ്. എന്നിട്ട് കുട്ടികൾ എന്തായാലും വളരെ ക്യൂരിയസ് ആയിട്ട് കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്തത്, how does the woman reassure the children on their first day? എങ്ങനെയാണ് ഈ അവിടെ കണ്ട ലേഡി ടീച്ചർ ആയിരിക്കും അല്ലെ കുട്ടികൾക്ക് റീഅഷ്യൂർ ചെയ്ത ഫസ്റ്റ് ഡേയിൽ? The woman reassures the scared and confused children, saying that it is their new home and there are a lot of mothers and fathers to look after them. She asks them to dry their tears and face life joyfully. The woman എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിങ്ങൾക്ക് പുതിയ ഒരുപാട് മദേഴ്സും ഫാദേഴ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവരോട് കണ്ണീരൊക്കെ തുടച്ചിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റുകൾ അതേ നമ്മൾ അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞതാണ്.
അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ഈ സെന്റൻസുകളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് നിർത്തുള്ള അതേപോലെ എടുത്തുള്ള ആൻസേഴ്സ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് എഴുതാൻ പറ്റിയ ആൻസേഴ്സ് തന്നെയാണ്. അഞ്ചാമത്തെ, വാട്ട് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ചിൽഡ്രൻ? എന്തൊക്കെ സബ്ജക്റ്റും ആക്ടിവിറ്റീസും ആണ് സ്കൂളിൽ കിട്ടി? നമ്മുടെ ടെക്സ്റ്റുള്ള അതേ സെന്റൻസുകൾ തന്നെയാണെന്ന് വായിക്കും. There are a variety of subjects and activities in the school. There are all sorts of games such as swings, vaulting horses, ball games, etc. They start learning music, languages, numbers, and about continents and countries. Moreover, they get very delicious food and take a peaceful nap too. നമ്മൾ എന്തൊക്കെ കളിച്ചു? സ്വിങ്സ്, വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ് എന്ന ഗെയിമുകൾ കളിച്ചു. മ്യൂസിക്കും ലാംഗ്വേജും നമ്പേഴ്സ് എല്ലാം പഠിക്കാൻ തുടങ്ങി. കോണ്ടിനെന്റ്സിനെയും കൺട്രീസിനെയും കുറിച്ച് പഠിക്കാൻ തുടങ്ങി. മോറോവർ എന്താണ്? ദേ ഗോട്ട് വെരി ഡെലീഷ്യസ് ഫുഡ്, നല്ല സ്വാദിഷ്ടമായ ഫുഡ് കിട്ടി. ആൻഡ് ടേക്ക് എ പീസ്ഫുൾ, നല്ലൊരു നാപ്പ്, ചെറിയ ഉറക്കവും കിട്ടി. ആറാമത്തെ ക്വസ്റ്റ്യൻ, why does the narrator feel a sense of contentment and belonging while at school? എന്തുകൊണ്ടാണ് നറേറ്റർക്ക് എന്ത് കിട്ടിയത്? ഒരു സംതൃപ്തി ആ സ്കൂളിൽ കിട്ടിയത് എന്തുകൊണ്ടാണ്? Hearing the words of the woman that it is his new home and accepting that the fact that his misgivings have no basis, the narrator becomes calm, content, and becomes happy, seeing the rich variety of school. എങ്ങനെ കണ്ടന്റ്മെന്റ് കിട്ടിയത്? അദ്ദേഹത്തിന് ടീച്ചർ പറഞ്ഞില്ലേ ഇത് പുതിയ വീടാണെന്ന് പറഞ്ഞു. അപ്പൊ ആ സത്യം കുട്ടി എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റിംഗ് ദ ഫാക്ട്, അദ്ദേഹത്തിന്റെ ആ മിസ് ഗിവിംഗ്, തെറ്റായ ധാരണകളൊക്കെ എന്താണ്, ഒരു അടിസ്ഥാനം ഇല്ലാന്ന് മനസ്സിലാക്കി അദ്ദേഹം കാം, കണ്ടന്റ് ആൻഡ് ബിക്കം ഹാപ്പി ആയി. സീയിങ് ദ റിച്ച് വെറൈറ്റി, സ്കൂളിലെ റിച്ച് ആയിട്ടുള്ള വെറൈറ്റികൾ കണ്ടിട്ട് ആകെ ഹാപ്പി ആയി. സെവൻത് വൺ, I proceeded a few steps, then came to a startled halt. Why was the narrator startled? Okay. The narrator was startled seeing the changes around the familiar scene, like the street lined with gardens, changed into a busy street with a lot of vehicles and a crowd of people. The fields that bordered the street disappeared, instead heaps of refuse covered its sides. എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണ്? ചുറ്റുള്ള ചേഞ്ചസ് അറൗണ്ട്, അല്ലേ? ചേഞ്ചസ് അറൗണ്ട് ഫെമിലിയർ ആയിട്ടുള്ള സ്ട്രീറ്റ് എന്തായി? ഗാർഡൻസ് ഉള്ള സ്ട്രീറ്റ് ചേഞ്ച് ടു ബിസി സ്ട്രീറ്റ് ആയിട്ട് മാറി. ഒരുപാട് വാഹനങ്ങളും ക്രൗഡ് ഓഫ് പീപ്പിൾ, ആൾക്കൂട്ടം കണ്ടു. പിന്നെ എന്താണ്? സ്ട്രീറ്റ് ഡിസപ്പിയർഡ് ആയിട്ട് എന്തായി? അവിടെ ഹീപ്സ് ഓഫ് റെഫ്യൂസ്, വലിച്ചെറിഞ്ഞ കളഞ്ഞ സാധനങ്ങളായി നിറച്ചും കവേർഡ് ഇറ്റ്സ് സൈഡിൽ കവർ ചെയ്ത സ്ഥലങ്ങളായി മാറി. Why is the narrator frustrated while waiting at the crossroads? എന്തുകൊണ്ടാണ് narrator frustrated ആയത്? വെയിറ്റ് ചെയ്തപ്പോൾ റോഡ്, ക്രോസ് റോഡിൽ. The narrator waits at the crossroads for a long time, looking at the stream of cars and wondering when he will be able to cross the road. So he is frustrated. എപ്പോഴാണ് ഈ കാറുകൾ നിരണ്ട്, എപ്പോഴാണ് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ അറിഞ്ഞ് നിന്നുകൊണ്ടാണ്. Who offers to help the narrator cross the street? ആരാണ് റോഡ് ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചത്? How does he address the, എങ്ങനെയാണ് അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നത്? Why does he address him so? എന്തുകൊണ്ടാണ് അങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? A young boy employed at the ironing shop on the corner offers to help the narrator cross the street. Though the story starts with the narrator's first day at school, the narrator becomes old during the course of the story and is unable to cross the busy street. So the boy calls him Grandpa. അപ്പുറത്തെ കോർണറിലെ ഷോപ്പിലുള്ള അയണിങ് ഷോപ്പിലുള്ള ബോയ് ആണ് ഹെൽപ്പ് ചെയ്തത്. നാരേറ്റർ ആദ്യം സ്കൂളിലേക്ക് ബോയ് ആയിട്ട് പോയി, പിന്നീട് പറയുന്നത് വലിയ ഒരു പ്രായമായ ഒരാളായിട്ടാണ് ഇതാണ്. അതുകൊണ്ട് ഗ്രാൻഡ് പ എന്നാണ് വിളിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പ്രായമായ ജീവിതത്തിന് കുറെ കാലം കഴിഞ്ഞു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10th one, does the story convey the passage of time and the transition from childhood to a second childhood? ഈ കഥ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് കുട്ടിക്കാലത്ത് രണ്ടാമത്തെ ഒരു കുട്ടിക്കാലത്ത്, പ്രായമാകുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്കാലത്ത് ട്രാൻസിഷൻ ആണ്, ഒരു മാറ്റമാണോ നമുക്ക് മനസ്സിലാവുന്നത്. Yes, the story indirectly conveys the passage of time and the transition from childhood to a second childhood. Though the story begins with the first day of the narrator at school, during the course of the story, he gets aged and everything around him changes. As a small boy, he goes to school holding his father's hand in the evening. He waits for his father without a veil. He decides to walk home on his own. Seeing the change around him, he becomes confused. He stands at the crossroad. Frustrated? Stands at the crossroad, frustrated. Wondering at the busy traffic and thinking how and when he will be able to cross the road. The young boy employed at the ironing shop on the corner addresses him Grandpa and offers him to cross the road. During the course of the journey, the narrator...
during the course of the story. The narrator passes from childhood to second childhood. അതെ, അപ്പൊ നമ്മൾ ഈ കഥയിൽ പറഞ്ഞ അതിന്റെ ചുരുക്കമാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്, എന്താണ് ഇത് മനസ്സിലായത്? ചൈൽഡ്ഹുഡിൽ നിന്ന് സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു മാറ്റം അല്ലേ. സ്കൂളിലേക്ക് പോകുമ്പോൾ ബോയ് ആയിട്ട് പോയി, പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അല്ലെ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ ജീവിതത്തിൽ കുറെ കാലഘട്ടം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ഹി ഗോസ് ടു സ്കൂൾ ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ്. ഫാദർ കൈപിടിച്ചു പോയി. ഇൻ ദി ഈവനിങ് ഹി വെയിറ്റ്സ് ഫോർ ഫാദർ വിത്തൗട്ട് ഐ. ഫാദറെ കാത്തു നിൽക്കുന്നു. ഹി ഡിസൈഡ് ടു വാക്ക് ഹോം ഹിസ് ഓൺ. സ്വന്തമായിട്ട് നടന്നു പോകാൻ വിചാരിക്കുന്നു. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ കുറെ ചേഞ്ച്, അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് യങ് ബോയ് വന്നിട്ട് അദ്ദേഹത്തെ കൈപിടിച്ച് ഗ്രാൻഡ് ബൈ എന്ന് വിളിച്ചിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ സ്റ്റോറി, കഥയുടെ മുഴുവൻ സമയത്ത് എന്താ മനസ്സിലാവുന്നത്? ദ നറേറ്റർ പാസസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു എ സെക്കൻഡ് ചൈൽഡ്ഹുഡ്. How does the changing landscape and surroundings represent the narrator's sense of displacement and confusion? The changes അല്ലേ, എങ്ങനെയാണ് കൺഫ്യൂഷൻ ആക്കിയത്? The changing landscape and surroundings effectively represent the narrator's displacement and confusion. In the evening when he comes out of the school, everything around him have changed. The street lined with gardens and the fields bordered it all have disappeared. The busy street, hordes of humanity and hills of refuse on both sides puts him into total confusion. High buildings, streets surged with children, the band of announcing the circus, the line of trucks and the siren of the fire engine puts him into a sense of displacement and confusion. അതായത് കൺഫ്യൂഷൻ ആക്കിയ കാര്യങ്ങളാണ് അല്ലെ. തിരിച്ചു വന്നപ്പോൾ, സ്കൂളിൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ അവിടെ കണ്ട? ആൾക്കാരുടെ കൂട്ടവും ഹൈ ബിൽഡിങ്സും ഫയർ എഞ്ചിൻ അല്ലെ, കുട്ടികള്, അങ്ങനെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. There is no reference to the name to the character or the local of the story. What could be the reason for this? ഇതിലെ ഒരു ക്യാരക്ടറിന്റെ പേരോ സ്ഥലമാണോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളതാണ്. The narrator of the story is a representative of every human being in the world, and the locale can be anywhere in the world. The author tries to convey the fact that time doesn't wait for anyone. It is like a storm in which we are all lost. The story can be true for anyone in the world. So there is no need of a name for the character or the locale of the story. എന്തുകൊണ്ടാണ് ഇത് എല്ലാ മനുഷ്യരുടെയും അല്ലേ, ഓഫ് എവറി ഹ്യൂമൻ ബീങ് ഇൻ ദ വേൾഡ്, ലോക്കൽ ക്യാൻ ബി എനിവെയർ ഇൻ ദ വേൾഡ്. ലോകത്തിൽ എവിടെയാവാം, ഏത് മനുഷ്യൻ സംഭവിക്കാവുന്ന കാര്യം, എല്ലാവർക്കും കാലഘട്ടം കഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഓതർ ട്രൈസ് ടു കൺവേ ദിസ് ഫാക്ട്. ഈ സത്യമാണ് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ടൈം ഡസന്റ് വെയിറ്റ് ഫോർ എനിവൺ. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റോം ഇൻ വിച്ച് വി ആർ ഓൾ ലോസ്റ്റ് അല്ലേ. നമ്മളൊരു കാറ്റില്, ഒരു കൊടുങ്കാറ്റിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു, നമ്മളെല്ലാം ഇല്ലാതായി പോവാം. ദ സ്റ്റോറി ക്യാൻ ബി ട്രൂ ഫോർ എനിവൺ ഇൻ ദ വേൾഡ്. എല്ലാവർക്കും സത്യമായിട്ട് വരാവുന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഈ കഥയിൽ എവിടെയും ആരുടെ പേരോ സ്ഥലമോ ഒന്നും പരാമർശിക്കാത്തത്. 13th question. The story Half a Day begins with a portrayal of the central character holding his father's hand as he starts his life journey. ജീവൻ തുടങ്ങുമ്പോൾ കൈ പിടിക്കുന്നുണ്ട്, അച്ഛന്റെ കൈ പിടിച്ച് തുടങ്ങുന്നു. When the story ends, he is holding the hand of a boy on which he depends to cross the road. അവസാനമായപ്പോഴത്തെ എന്താണ്? കുട്ടിയുടെ കൈ പിടിച്ചെടുത്താണ് ആ കഥ അവസാനിക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ആശ്രയിക്കുന്നുണ്ട്. ഡു യു തിങ്ക് ദീസ് ആക്ഷൻ സിംബലൈസ് സം എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്? എന്തെങ്കിലും ഹ്യൂമൻ ലൈഫിനെ സിംബലൈസ് ചെയ്യുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? ഈസ് എ നറേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻ? രണ്ട് സ്ഥലത്ത് നറേറ്റർ ഹാപ്പി ആണോ? The story Half a Day conveys the message that passes in the wink of an eye, and the transition from childhood to a second childhood is very fast. The central character of the story starts his life journey holding father's hand. He is dependent on his father and as he is very small, and when he becomes old he depends on a boy to help him cross the road. Story എന്താണ് കൺവേ ചെയ്യുന്നത്? മെസ്സേജ് ദാറ്റ് പാസസ് ഇൻ എ വിങ് ഓഫ് ആൻ ഐ. കണ്ണ് അടച്ചില്ലേ, കണ്ണ് ചിമ്മുമ്പോ തന്നെ എന്നിട്ട് ചൈൽഡ്ഹുഡിന്ന് സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്ക് ആ ജീവിതം വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ജീവിതം കടന്നു പോകുന്നുണ്ട്. സെൻട്രൽ ക്യാരക്ടർ കൈപിടിച്ച് തുടങ്ങിയിട്ട് ഈസ് ഡിപ്പെൻഡ് ഓൺ ഹിസ് ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. as he is very small. when he becomes old he depends on boy. വലുതായപ്പോ മറ്റൊരു കുട്ടിയെ ആശ്രയിക്കുന്നുണ്ട്. Compared to other living beings, human beings are dependent on each other to a large extent as we are social beings. ഹ്യൂമൻ ബീങ്സ് സോഷ്യൽ ബീങ്സ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. In both situations, the narrator is anxious and confused. The story unfolds the helplessness and dependence of childhood and old age. ഈ സ്റ്റോറി എന്താണ് അൺഫോൾഡ് ചെയ്യുന്നത്? എന്താണ് നമ്മൾ കാണിച്ചു തരുന്നത്?
ഹെൽപ്ലെസ് സഹായം അല്ലേ, സഹായിക്കുന്ന രീതി, ഡിപ്പെൻഡ് മറ്റുള്ള ആശ്രയിക്കുന്നു, ചൈൽഡ്ഹുഡിലും അതേപോലെ പ്രായമാവുമ്പോഴും മറ്റുള്ള ആശ്രയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് ആണുള്ളത്. ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത ഒരു വീഡിയോ, കാരണം ഇത് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നാളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, എനിവേ എല്ലാവരും വീഡിയോ കാണുക, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതിയിട്ട് നന്നായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതിയെടുത്ത് പഠിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ചാനലിൽ ലിങ്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.